അങ്ങോട്ട് ഇരിക്കുക കസേരയിട്ട് ഇരിക്കാൻ പറ ബിബി മഴ ആൾക്കാരെ പോകാം ഈ വെട്ടം മാറുന്നു ഈ വെട്ടം Hey.
എന്റെ ദാസനെ ആശ്വസിക്കണമേ. ജഗത്തിന്റെ മരണത്തിന്റെയും നാഥനം കർത്താവിന് ഞാൻ പ്രവർത്തിക്കും. മഹിമയുടെ അന്തിമവിധി നാളിൽ കർത്താവെ നീ അണയുമ്പോൾ കരുണയോടെ നിർത്തണമേ. നല്ലവർ ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ചേർക്കണമേ. പിതാവിന് പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. ബാബാപുത്രൻ റൂഹായെ മൃദനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാ പ്രഭയുടെ നാട്ടിൽ തിരുവഴിയെല്ലാം കാണുന്നു. നിരവധിയാമൻ പാപങ്ങൾ നിരയായി എന്നെ വിധിക്കരുതേ. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. നിന്റെ കരുണ ഞാൻ അനുഗമിക്കുകയും നിന്റെ ദ്യാദികളുടെ പാപങ്ങൾ മായ്ച്ചുകളെയും ചെയ്യുമാറാകട്ടെ. ദയനീയമായി നിന്റെ കൃത്യത്തിന്റെ ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആകാശത്തിലും ഭൂമിയിലും നിങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ഉന്നത നിർവനാമിസികാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമോടുണരാൻ വരമരുളേണം. മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമോടുണരാൻ വരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടലമെങ്ങും മുഴങ്ങും കാഹളനാദം പൂജ
ഉചിതമല്ലോ. മൃതരെല്ലാരും മിന്നി വിളങ്ങും പതിനമുടരാൻ വരമരുളേണം. അന്ത്യമിഴാത്തോരഭികലമോദം നുകരാൻ മൃതരെ മഹിമാവൊഴുകും മണവറയുങ്കൽ ചേർക്കണമീശോ. എന്തുകൊണ്ടെന്നാൽ പാപമോചനത്തിന്റെ പക്കലെന്നാകുന്നവല്ല എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. കാവൽക്കാരെ പോലെ കാവൽക്കാരെ പോലെ ഇസ്രായേലിന്റെ കർത്താവിനെ കാത്തിരിക്കുന്നു. രക്ഷയും അവന്റെ പക്കലാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. സജീവേ മരിച്ചവരെ കരുണാപൂർവം ജീവിപ്പിക്കണമേ, ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉത്ഥാന പ്രതിഷ്ഠിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെ മരണത്തിന്റെ നാഥനം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. സകലത്തിന്റെയും നാഥനും ദൈവമായ മിശിഹായേ, നിന്റെ കുരിശിന്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ അകമ്പടവാനമേങ്ങുന്ന പ്രത്യക്ഷാവുകയും സ്വർഗരാജ്യത്തിന്റെ വാത തുറക്കപ്പെടുകയും മരിച്ച രക്ഷയരായി അവരുടെ ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് യാതൊരുക്കപ്പെടുന്ന ഭയാനകമായ ഇതിന്റെ സജ്ജമാകപ്പെട്ട സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ ഈ സഹോദരനെ നീ സ്വീകരിക്കണമേ, എപ്പോഴും എന്നേക്കും. മനുഷ്യവർഗത്തിന്റെ പാലകനായ അനുഗ്രഹത്തെ ആരാധിക്കുകയും അഡ്മിഷൻ പ്രാർത്ഥിക്കാൻ അറിയിക്കുന്നു. കർത്താവിനെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയടന്തിമവിധി നാളിൽ കർത്താവേ നീ അണയുമ്പോൾ പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. പാപങ്ങൾ മായ്ച്ചുകളെയും ചെയ്യുമാറാകട്ടെ.
കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ പിണ്ടലമെങ്ങും പൊങ്ങി മുഴങ്ങും കാകളനാഥം പൂജിതമല്ലോ. അന്ത്യമിടാത്തോരവികലമോദം നുകരാൻ മൃതരെ മഹിമാവൊഴുകും മണവറയിങ്കൽ ചേർക്കണമീശോ. ഏൽപ്പിക്കണമേ. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്ക്. കാരുണ്യവാനും മനുഷ്യവൻ രക്ഷകരമാ ദൈവമേ, അഭയത്തിന്റെ കൽപ്പനനുസരിച്ച് മരണം വഴി ലോകത്ത് വേർപിരിഞ്ഞു പോയ ദാസനായ തോമസ് സഹോദരി ആത്മാവിനെ വിശുദ്ധ സമൂഹത്തിൽ പ്രവേശിപ്പിക്കുമാറാകണമേ. നീതിമാന്മാരെ സ്വർഗീയ മണവറിലേക്ക് നയിക്കുവാനായി വാനമേളിന് മഹത്വത്തോടെ ആഗതനാകുമ്പോൾ കണ്ണു കണ്ടിട്ടില്ലാത്തതും കാത്തു കെട്ടില്ലാത്തതും മനുഷ്യഹൃദയം ആസ്വദിച്ചില്ലാത്ത ഉദ്യാനത്തിലേക്ക് ഈ ആത്മാവ് സ്വീകരിക്കണമേ. അവിടുത്തെ പരിശുദ്ധന്മാരോട് സന്തോഷത്തിനെ പാടി പുകഴ്ത്തുവാൻ വേണ്ടി നിന്റെ അനുഗ്രഹത്തിന് ജലത്താൽ ഈ ആത്മാവിന്റെ കറകൾ വിശദീകരിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ ഈ മനനിലയിൽ വളർന്നു സ്വരമിഴി വിരിമേ തൂക്കി ദിവസങ്ങളാണിത്. കാരണം ഇതെല്ലാം സുപരിചിതനും ായിരുന്ന തോമസ് അദ്ദേഹത്തെ കൂടുവാൻ കാരണമായി നമുക്കറിയാം. കഴിഞ്ഞ ഒരു വർഷം മുമ്പാണ് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ മൃതസ്കാര സ്പർശം കൂടി നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയത്. വീണ്ടും അതേ പന്തലിൽ തന്നെ ഇതുപോലൊരു ഒരുമിച്ച് കൂടൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ ദൈവിക പദ്ധതിയുടെ ഭാഗമായി ഇത് കാണുകയും തോമസിൻ്റെ ജീവിതത്തിൽ ഉണ്ടായ കുറവുകളെ ദൈവസ്ഥനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാനും അദ്ദേഹത്തിന് ആത്മശാന്തിക്ക് വേണ്ടി നമുക്ക് നമ്മുടെ പ്രാർത്ഥന സമർപ്പിക്കാൻ നമുക്ക് ആഗ്രഹിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ വേർപാടിലൂടെ ദുഃഖിതരായിരുന്ന ഭാര്യയും അതുപോലെ തന്നെ പ്രിയപ്പെട്ട മക്കളും കുടുംബാംഗങ്ങളെല്ലാം ഇന്നിവിടെ ഒരുമിച്ച് സമ്മേളിക്കുമ്പോൾ നമുക്കൊരിക്കലും നികത്താനാകാത്ത ഒരു വിടവ് തന്നിട്ടാണ് തോമസ് കടന്നു പോവുക. നമുക്ക് ദൈവസന്നിധിയിൽ നമുക്ക് തോമസിന് വേണ്ടി പ്രാർത്ഥിക്കാം. അദ്ദേഹത്തിൻ്റെ കുറവുകളെ പരിഹരിച്ചുകൊണ്ട് ദൈവം നിത്യമായി നൽകുന്ന സമ്മാനം വാങ്ങിക്കുവാനുള്ള ആ ഒരു തയ്യാറെടുപ്പിലൂടെ തോമസ് കടന്നു പോകുമ്പോൾ തീർച്ചയായും നമുക്കും ഈ കുടുംബത്തോട് പ്രാർത്ഥിക്കുവാനും അദ്ദേഹത്തെ ആത്മശാന്തിക്ക് വേണ്ടി ദൈവസ്ഥനിൽ നമുക്ക് ഈ ആത്മാവിനെ സമർപ്പിക്കാം. ആനന്ദ വയ്ക്കുന്ന പാവികളുടെ സങ്കേതമായ ദൈവമേ, ഞങ്ങളുടെ പാപമോചനത്തിനായി ഈ പന്നീരിനെ ആസ്വദിക്കണമേ. ഈ ജലത്താൽ തന്നെ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ചന്ദന തിരുവെഞ്ഞെടുപ്പ് സുഗന്ധ തിരുവങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിന് ഞങ്ങളുടെ പാപമോചനത്തിനുമായി
ഈ ചന്ദ്രത്തിരികൾ ആസ്വദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. നിങ്ങൾ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശ എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ശിക്ഷിക്കുന്നത് പോലെ ഞങ്ങളുടെ പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരണത്തെ പുകഴ്ത്തുകയും മഹനീയമായ ദൈവത്തിന്റെ നിഗൂഢമായ ശക്തിയും സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ഈ ആകാശത്തിന്റെ ഭൂമിയുടെ രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മനുഷ്യജീവിതം പുൽക്കൊടുക്കുന്നതിനാകുന്നു. മരിച്ചുയർപ്പിക്കുന്നതിന് നിന്റെ തിരുനാമത്തിന് സ്തുതി. മനുഷ്യജീവനം പുൽക്കൊടുക്കുന്നതിലുമാകുന്നു. വയലിലെ പുഷ്പം പോലെ പെരുകുന്നു. പിടിക്കുമ്പോൾ വാടിപ്പോവുകയും ചെയ്യുന്നു. അതിന് നിരുന്ന സ്ഥലവും അജ്ഞാതമായിത്തീരുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അനുഗ്രഹമുണ്ടായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. മനുഷ്യജീവിതം പുൽക്കൊടുക്കുന്നതിലുമാകുന്നു. മരിച്ചുയർപ്പിക്കുന്നതിന്റെ തിരുനാമത്തിൽ സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. മണ്ണിനെ ആദ്യത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉത്ഥാനം വഴി നവീകരിക്കുന്നവനായ കർത്താവേ, നിന്നെ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ഈ ആകാശത്തിന്റെ ഭൂമിയുടെ രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. എന്റെ ദിവസങ്ങൾ പരിമിതങ്ങളാകുന്നു. മരിച്ചു ഉയർപ്പിക്കുന്നതിന്റെ തിരുനാമത്തിന് സ്തുതി. എന്റെ ദിവസങ്ങളുടെ പരിമിതമാകുന്നു. എന്റെ ജീവൻ നിന്റെ മുമ്പിലാകുന്നു. മനുഷ്യനോ നിക്ഷേപം കൂട്ടുന്നു. ആർക്കുവേണ്ടിയാണെന്ന് അറിയുന്നില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. എന്റെ ദിവസങ്ങൾ പരിമിതങ്ങളാകുന്നു. മരിച്ചു ഉയർപ്പിക്കുന്നതിന്റെ തിരുനാമത്തിൽ പ്രാർത്ഥിക്കാം. നമുക്ക് സമാധാനം. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധിക്യത്താൽ ഉയർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നിർഭനാമിശിക കർത്താവേ, അടലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോട് വാണിടുവാൻ ദാസനു വരമെന്നരുളേണം. ആദിപിതാവാമാദത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമഭിരമണയ്ക്കുന്നു. മറ്റൊരു ശരണം നീയല്ലോ. ലോകം യുദ്ധം സകലേശ ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങൾ കർത്താവ് വിശ്വാസ്യനാകുന്നു. വിലപിക്കരുതേ, മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായി വിശ്വാസം നിക്ഷേപിക്കും മനുജനു ഞാൻ അന്തിമ ദിവസമുയർപ്പേകും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു. പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്കു പകർന്നേടും. മധ്യനമധ്യത പുണരുന്നു. ക്ഷയമുള്ളോനക്ഷയനാകും. മധ്യദേവം സകലേശം നൂതനമാക്കുന്നു.
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നിർഭനാം മിശിഹ കർത്താവേ, വാഴ്ത്തിപ്പാടി നമിക്കുന്നേ. വിശ്വത്തിന്റെ വിധാതാവേ, നൽകണമേ പുനരുത്ഥാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നയും അഖിലേശ. മഹിമയോടന്തിമ വിധി നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയോടെന്നെ നിവർത്തണമേ. നല്ലവരത്തു വലം ഭാവി നൽകണമേ നിത്യായുസ്സിൻ പരമോന്നതമാം പരിവേഷം. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനം. എന്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടി ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുൻപ് കിടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരോടുകൂടി മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടി ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. ഞാൻ പ്രാർത്ഥിക്കുന്നു. സമാധാനം നിങ്ങളോടുകൂടെ. നമ്മുടെ താവിശംസയുടെ പരിശുദ്ധ സുവിശേഷം. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല. മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു, അല്ലാതെ വന്നു കഴിഞ്ഞു. എന്നോടെന്ന ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെ ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിവിടെ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും ജന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പുമായി പുറത്തു വരും. യേശുക്രിസ്തുവിനാൽ അഭിനയിക്കപ്പെട്ട പ്രിയ സഹോദരി സഹോദരന്മാരെ, നമുക്ക് എവർക്കും പ്രിയങ്കരനും സുപരിചിതമായ കടിയമ്പൽ തോമസ് നമ്മൾ വേർപിരിഞ്ഞിരിക്കുകയാണ്. തൻ്റെ 52ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് വേർപാട്. കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ ഏകദേശം 9 മണിയോടെയാണ് മരണം സംഭവിച്ചത്. അദ്ദേഹത്തിന്റെ വേർപാട് തികച്ചും അഗസ്തികമായിരുന്നു, നമുക്ക് എല്ലാവർക്കും അറിയാം. വളരെ ഊർജ്ജസ്വതയോടെ എല്ലാ കാര്യങ്ങളും ഉണർന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന തോമസ് തികച്ചും ഔചാരികമായി കഴിഞ്ഞ ഞായറാഴ്ച ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ടതിന് ശേഷം അടുത്തുള്ള ആശുപത്രി കൂടി തുടർന്ന് മംഗലാപുരത്തേക്ക് വിദഗ്ധ ചികിത്സയിൽ കൊണ്ടുപോയി. അങ്ങനെ മംഗലാപുരത്ത് വെച്ച് ആശുപത്രി KMC ആശുപത്രി അറിയുന്ന ആശുപത്രി വെച്ച് തിങ്കളാഴ്ച രാവിലെ ഏകദേശം 9 മരണമടയുകയാണ് ഉണ്ടായത്. തോമസിന് നമുക്കറിയാം അസുഖം അസുഖമില്ലാതിപ്പെട്ട് തിരിച്ചറിഞ്ഞ അവസാനം ശ്വാസമുട്ടലാണെങ്കിൽ പോലും ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് കിഡ്നിക്കും ലിവറിനും ഒക്കെ ഗുരുതരമായ ഉണ്ടായിരുന്നു. അദ്ദേഹം തിരിച്ചറിഞ്ഞിരുന്നില്ല. ഏതായാലും അദ്ദേഹം വേർപിരിഞ്ഞിരിക്കുകയാണ്. ഈ അവസരത്തിൽ തോമസ് ചിന്തിക്കപ്പെടുക. തോമസിനെ വളരെ നാളുകൾ മുമ്പ് എനിക്കറിയാം. ഞാൻ തമാശയായിരുന്ന അവസരത്തിൽ പോലും തിരുനാൾ വരുമ്പോൾ തോമസിൻ്റെതായ നല്ല കലാപ്രകടനങ്ങൾ, അതുപോലെ തന്നെ നല്ല പെരുമാറ്റം, മാരക്കല്ല് വികാരികാവസ്ഥയിൽ കൂടുതൽ അടുത്ത ബന്ധമുണ്ടായി. അതുപോലെ തന്നെ വിവിധങ്ങളായ അടുത്തത്തിൽ തോമസ് അടുത്ത ബന്ധമുണ്ട്. അതുപോലെ തോമസിൻ്റെ മകളെ വിവാഹം മണപ്പത്തുമാണ്. പകരം വിവിധ തലങ്ങളിൽ തോമസിന് ഈ കുടുംബമായിട്ട് അടുത്തിടപഴകുവാനും പരിചയം ആഴപ്പെടുത്തുവാനും കഴിഞ്ഞ അടിസ്ഥാനത്തിൽ
ഒത്തിരി നല്ല കാര്യങ്ങൾ തോമസിനെ പറ്റി പറയാനുണ്ടെങ്കിലും സമയ കൃത്യത മൂലം ചുരുക്കം ചില കാരണം മാത്രമേ സൂചിപ്പിക്കുന്നുള്ളൂ. നമുക്കറിയുള്ളതുപോലെ അല്ലെങ്കിൽ അനുഭവ സൂചിപ്പിച്ച പോലെ അദ്ദേഹം നല്ലൊരു അനുഗ്രഹീത കലാകാരനായിരുന്നു. അനുഗ്രഹീത കലാകാരൻ എന്ന് പറയുമ്പോൾ നാടകത്തിൽ അഭിനയിക്കുക അല്ലെങ്കിൽ അതുപോലെ ഉദ്ദേശിച്ചല്ല. എന്താ പറയാം, കരിമരുന്ന് കലാപ്രകടനം എന്ന് പറയുന്നത് വലിയൊരു കലയാണ്. അത് ആകാശ നിസ്പ്രിയം. നമുക്ക് എത്ര വലിയ ദുഃഖിതരായാലും എത്രമാത്രം ടെൻഷനുള്ളവരായാലും അവയൊക്കെ മാറ്റുവാനും ഒരു കുറച്ച് നേരത്തേക്കെങ്കിലും മനസ്സിനെ അവയെല്ലാം വാക്കിറ്റി സന്തോഷത്തിലേക്കും ആനന്ദത്തിലേക്കും ആറാടിക്കുവാനായിട്ട് കരിമരുന്ന് കലാപ്രകടനത്തിൽ കഴിവുണ്ടെന്ന് നമുക്കറിയാം. നമ്മുടെ കോട്ടയം അതിരൂര് മലബാർ റീജിയനിലും കോട്ടയം ഭാഗത്ത് മാത്രമല്ല തലശ്ശേരി അതിരൂപതയിലും കണ്ണൂർ രൂപതയിലും ഒക്കെ വിവിധ പള്ളികളിൽ അതുപോലെ തന്നെ വിവിധ ഉത്സവങ്ങളിൽ എല്ലാ അവസരങ്ങളിലൊക്കെ ഈ കരിമരുന്ന് കലാപ്രകടനങ്ങളും പടക്കങ്ങളും ഒക്കെ ഉപയോഗിച്ച് അദ്ദേഹം അനേകരെ ആനന്ദിപ്പിച്ച് സന്തോഷിപ്പിച്ചിരുന്നു. അപ്പം അങ്ങനെ വ്യക്തിയാണ്. അങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ പള്ളികളിലും അങ്ങനെ വിവിധ സ്ഥലങ്ങളിലായിട്ട് കരിമരുന്ന് കലാപ്രകടനങ്ങളും അങ്ങനെ വിവിധ സാഹചര്യത്തിൽ ആകാശം വിസ്മയം തീർത്ത് അനേകരെ സന്തോഷിപ്പിക്കുകയും ആനന്ദിപ്പിക്കുകയും കൂടുതൽ സന്തോഷത്തിലേക്ക് നയിക്കുവാനായിട്ട് അദ്ദേഹത്തിൻ്റെ കലാപ്രകടനം കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത്രമൊരു നല്ലൊരു അനുഗ്രഹീത കലാകാരനെയാണ് നമുക്ക് പറഞ്ഞത്. നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ കുടുംബവും പുന്നത്രയിലാണത് വന്നറിയാം. പുന്നത്രയിലെ കടിയപ്പള്ളി കുടുംബക്കാരും ഈ കലാകാരന്മാരാണ്. അവിടെ നിന്ന് ലഭിച്ചതായ ആ കരവിരുത് മലബാർ വന്നതിന് ശേഷം ഉപയോഗപ്പെടുത്തുകയും വർത്തമാനമാക്കി തീർക്കുകയും ആഴപ്പെടുത്തി ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തോമസ് പറയുമ്പോൾ ആരെയും ബുദ്ധിമുട്ടിക്കുന്ന സ്വഭാവമല്ല. പരമാവധി ആരും ബുദ്ധിമുട്ടിക്കാതെ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ആരെയും ബുദ്ധിമുട്ടിക്കാതിരിക്കുക പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ച വ്യക്തിയാണ്. പിന്നെ പറ്റുന്ന ഉപകാരങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക, അതാണ് അദ്ദേഹത്തിൻ്റെ തത്വശാസ്ത്രം. അതുപോലെ തന്നെ ആക്ഷൻ ഓറിയൻറ്റഡ് ആണ്. നമുക്കറിയാം പല മീറ്റിങ്ങുകൾക്ക് കൂടുമ്പോഴും നമ്മൾ ഒത്തിരി കാര്യം ചർച്ച ചെയ്ത് പോകും, നീണ്ടുകൊണ്ട് പോകും. അവസാനം പ്രവൃത്തി ഓർക്കുന്നു. മേൽക്കെടുത്തെ സംബന്ധിച്ചോളം ഈ മലബാറിൽ വന്ന് ഒത്തിരി കഷ്ടപ്പാട് അതിജീവിച്ച വ്യക്തിയാണ്. ആ കഷ്ടപ്പാട് മധ്യത്തിലും മക്കൾക്കും കൊച്ചുമക്കൾ വിശ്വാസം പകർന്നു കൊടുക്കുവാൻ വിശ്വാസം ജീവിക്കുവാനായിട്ട് ശക്തി പറഞ്ഞ ഈ അമ്മച്ചിയെ സംബന്ധിച്ചോളം തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് കഴിഞ്ഞ വർഷം മരണമടഞ്ഞു. തൻ്റെ മകൻ ഇപ്പോൾ വേർപിരിഞ്ഞിരിക്കുന്നു. ഇത് അമ്മച്ചിക്ക് താങ്ങാനാവാത്ത ദുഃഖമാണ്. എങ്കിലും ഒരു കാര്യം ഓർക്കുക, അമ്മച്ചിക്ക് മറ്റു മക്കളുണ്ട്. അതുപോലെ തന്നെ തോമസിൻ്റെ ഭാര്യയും മക്കളുമുണ്ട്. ഇവരെല്ലാവരും അമ്മച്ചിയുടെ മക്കളാണ്. അവർക്ക് അമ്മച്ചിയുടെ പോയി കഴിഞ്ഞാൽ അവർക്ക് ആരാണ് താങ്ങും തള്ളിരിക്കുക? അവിടെ ഒരു പറയാം, ഒരു കുടുംബത്തിൻ്റെ റാണിയാണ്, കെടാവിളക്കാണ് ഈ അമ്മച്ചി. ഇനിയും ദീർഘനാളുകൾ ആരോഗ്യത്തോടും സന്തോഷം ജീവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മച്ചിയെ കേന്ദ്രീകരിച്ച് ഈ കുടുംബം ഫുൾ ഐക്യത്തിലും ഇവരോട് പോകുവാനായിട്ട് അമ്മച്ചിയുടെ ശിഷ്ടജീവിതം ആവശ്യമാണ്. അവരുടെ അമ്മച്ചി തോമസ് വേർപെട്ടതിൽ ദുഃഖമുണ്ടെങ്കിൽ പോലും ബാക്കി മക്കളും കൊച്ചുമക്കളും തോമസിന് പ്രിയോട് ലിസിയൊക്കെ ഉണ്ട്. അവരെ ഓർത്ത് അവർക്ക് സന്തോഷം ആനന്ദം പകരുവാനും അവർക്ക് ആശ്രയമായി തീരുവാനും അമ്മച്ചി കഴിയട്ടെ. എനിക്ക് താങ്ങാനാവാത്ത ദുഃഖമുണ്ടെങ്കിൽ പോലും ലിസി പ്രതികൂല സാഹചര്യത്തിൽ ദൈവത്തിൽ ആശ്രയിച്ച് ആശ്രയിച്ച് അഭിമുഖീകരിക്കുക. അതുപോലെ ഈ അമ്മച്ചിയുടെ ഈ തോമസിൻ്റെ ലിസിയുടെ മക്കളായ അജിക്കും അനുവനും അഖിലിനും അതുപോലെ തന്നെ അനുവിൻ്റെ ജീവിത പങ്കാളിക്കും മറ്റ് ബന്ധപ്പെട്ട എല്ലാവർക്കും അനുശോചനം അറിയിക്കുന്നു. ആദ്യം ഇവിടെ എല്ലാ വൈദികരുടെയും സന്യസ്തരുടെ പേരിൽ അനുശോചനം അറിയിക്കുന്നു. വികാരിയച്ഛൻ ഷാജിയച്ഛന് വിദേശത്ത് തീർത്ഥാടനത്തിന് പോയിരിക്കുകയാണ്. അതുപോലെ ഈ രാജപുരപ്പുറ എല്ലാ വൈദികരുടെയും സന്യസ്തരുടെയും അതുപോലെ തന്നെ മർമ്മഭൂർണനായരെയും എല്ലാ വൈദ്യ സന്യസ്ത അൽബാരുടെ പേരിൽ അതുപോലെ ഇവിടെ കൂടി നാനാവിധ മനസ്സിലായ വ്യക്തികളുണ്ട്. ഇവിടെ കൂടി എല്ലാ വ്യക്തികളുടെയും ജനപ്രതിനിധികളുണ്ട്. അതുപോലെ വിവിധ പദവിഭാഗക്കാരുണ്ട്. അങ്ങനെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പേരിലും തോമസിന് സ്വർഗീയ ശാന്തിയും കുടുംബ അനുശോചനം അറിയിക്കുന്നു. നല്ലവിടാ ദൈവം നമ്മെ ഓരോരുത്തരെയും സമർത്ഥമായിരിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതിൻ്റെ മേഖലയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായെയും നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ട് പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്തരമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മോടുകൂടെ കർത്താവേ, നിന്റെ കരുണകളെ അനുഭവിക്കുകയും നിന്റെ ജാതിക്ക് ഭാവങ്ങൾ മാറ്റുകളെ ചെയ്യട്ടെ. നിന്റെ മാന്യമായ ചേത്തുവിന്റെ അടികളെ ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര.
ആകാശത്തിലെ ഭൂമിയിലും സുതറഞ്ഞോടിച്ചതിന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മരണം വരുവൊരു നാളോർക്കുക മർത്യ നീ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യ നീ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ചൊല്ലുക മർത്യ നീ എന്തിനു കരയുന്നു, വ്യാകുലമാനസനായി എന്തിനു നീറുന്നു. തിരമാലകളാൽ തെങ്ങിമറിൻ ഇളകും കടൽ പോലെ. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യ നീ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഭീകരമരണത്തിൻ കാലടി കേൾപ്പൂ ഞാൻ, പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു. സാത്താൻ നിറയും പകയോടെ സതതമലർത്തുന്നു. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യ നീ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. നീതിയുടെ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തനായ പ്രത്യേക വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം തന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നിർവ്വഹണത്തിലെ പ്രാർത്ഥന സമാപിച്ചിരിക്കുകയാണ്. നമ്മൾ ദേവാലയത്തിലേക്ക് പോവുകയാണ്. 2 ലൈനായി പോകാൻ ശ്രദ്ധിക്കുക. മുമ്പിൽ മരക്കുരിശും കൊടയുമായി മുമ്പ് ചെല്ലുക. നമ്മളെ പള്ളിയിലേക്ക് പോകുന്നത് രാജപുരം ടൗണിൽ ചുറ്റിയപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേ. വിടവാങ്ങുന്നേ നശ്വരമുലകിൽ വിടുതിയെനിക്കായി നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. അവയെല്ലാം കടന്നു ഭാഗ്യം നരനരുളിയാൻ കഴിവില്ലാത്തോ പാർക്കിടമേ. പ്രഭയുടെ നാട്ടിൽ നിത്യവിരുന്നിൻ അണയട്ടെ ഞാൻ അന്തിമയാത്ര. പ്രിയജനമേ അരങ്ങൾ കരുതുക നമ്മൾ. യാത്രയിലാ ഞാൻ ചോദിക്കുന്നു
പോയിട്ടുണ്ട്. അതിലുള്ളവരോ നാഥനുകൾ പാടും
ലോകപ്പെട്ടു പോയിരിക്കുന്ന നമ്മുടെ സഹോദരനോട് പ്രാർത്ഥിക്കാം. ജീവിതകാല സത്യങ്ങളാൽ ദൈവത്തെ പ്രസാദിപ്പിച്ച ഈ സഹോദര ദൈവം നീതിമാന സമൂഹത്തെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നൽകുകയും ചെയ്യുമ്പോൾ തന്റെ അനുഗ്രഹത്താൽ മാതാമകയായ പ്രാർത്ഥനയാൽ അവരുടെ ഈ സഹോദരനെ വളർത്തുമാറാകട്ടെ. ജീവന്റെ പുസ്തകത്തിലെയും ഈ സഹോദരനെ പെട്ടെഴുതുകയും തെരഞ്ഞെടുക്കപ്പെട്ട ഗണത്തിൽ ഈ സഹോദരനെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. സന്ദർശിക്കുകയും കാരുണ്യപൂർവ്വങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. ഉദ്ധാരപ്രതീക്ഷകളെയും മരിച്ചവരെ ഉയർപ്പിക്കണമേ. ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. കർത്താവേ, നിന്റെ പരിപൂർണ്ണമായ പരിപാലനയെ ഞങ്ങൾ ആരാധിക്കുന്നു. നിങ്ങളുടെ നാമത്തെ ഞങ്ങളെ കാണുകയും വീടിപ്പിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ ശരീരങ്ങളെ നിങ്ങൾ പണിയിക്കുന്നു. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. ദൈവത്തിന്റെ കോലത്തിൽ ഞാൻ നിന്നോട് യാത്ര പറയുന്നു. ശുദ്ധീകരിക്കുകയും ആത്മാവിനെ പ്രഘോഷിപ്പിക്കുകയും മറ്റു ആശകളാവിന്റെ ആത്മാവിന് പ്രഭാവം ചെയ്യുകയും ചെയ്ത പ്രിയപ്പെട്ട ദേവാലയമേ, ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എന്റെ പിതാക്കന്മാരന്മാർക്കുമായ പ്രവൃത്തിയെ ദേവതകളായ ആത്മാവിനെ ഘോഷിക്കുകയും നിങ്ങളോട് ഞാൻ യാത്ര പറയുന്നു. ഞാൻ കന്നുപോകുമെങ്കിലും എന്റെ സ്നേഹങ്ങളുണ്ടായിരിക്കും. സ്വർഗത്തിൽ നാം ഒരുക്കുന്നവരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേൻ. കടിയമ്പള്ളിൽ തോമസിന്റെ സംസ്കാരത്തിൽ സംബന്ധിക്കുകയും തോമസിന് വേണ്ടി പ്രാർത്ഥിക്കുകയും തോമസിന്റെ കുടുംബാംഗങ്ങളും ബന്ധുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഈ സമയം നിങ്ങളെല്ലാവരോടും നന്ദി പറയേണ്ട ഒരു കടമയുണ്ട്. ഈ കുടുംബത്തിൻ്റെ ഒരു സീനിയർ വൈദികൻ എന്ന നിലയിൽ കടിയമ്പള്ളി എന്ന് പറയുന്നതും ഈഴാറാത്ത് എന്ന് പറയുന്നതും ഒരേ ഒരു കുടുംബം മാത്രമാണ്. രണ്ട് പേരിൽ അറിയപ്പെടുന്നത് മാത്രമേ ഉള്ളൂ. ഇത് കഴിഞ്ഞ വർഷം തോമസിന്റെ പിതാവ് മരിച്ചപ്പോൾ ഞാൻ വീണ്ടും പറയുകയുണ്ടായി. അതുപോലെ തന്നെ എൻ്റെ പാസ്താവിൻ്റെ ഒരു പെങ്ങളുടെ മകൻ്റെ മകനാണ് ഇവിടെ നിൽക്കുന്ന ജോയച്ചൻ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ബന്ധുക്കളാണ്, അടുത്തുള്ള ആളുകളുമാണ്. എന്നെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ ഞങ്ങളെയൊക്കെ അടക്കേണ്ട ആളായിരുന്നു തോമസ്. പക്ഷെ ആ തോമസിനെ അടക്കേണ്ട നിലപാടാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ദൈവത്തിന് ഓരോ നിയമങ്ങളും നിർണയങ്ങളുമുണ്ട്. അതിൽ നമുക്ക് തടയിടുവാൻ സാധിക്കുകയില്ല. മാനവത്തിന് വയസ്സോ പ്രായമോ സ്ഥലമോ ഒന്നുമില്ല. ദൈവം നമ്മളെ സൃഷ്ടിച്ചപ്പോൾ ദൈവം നമ്മുടെ അനുവാദം ചോദിച്ചില്ല. അനുവാദം കൂടാതെയാണ് നമുക്ക് ജീവൻ തന്നത്, നമ്മൾ ജനിച്ചത്. അതുപോലെ ആ ദൈവത്തിന് നമ്മളെ വിളിക്കുവാനും അവകാശവും അധികാരവും ഉണ്ട്. തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ഈ കുടുംബത്തോട് ഉള്ള അനുശോചനം നമുക്ക് അറിയിക്കുകയും ദൈവം തീർച്ചയായിട്ടും അവർക്ക് ചേർത്ത് നിൽക്കാനുള്ള കരുത്ത്, ധൈര്യം അത് ദൈവം അവർക്ക് നൽകട്ടെ എന്ന് നമുക്ക് ദൈവത്തോട് പ്രത്യേകം പ്രാർത്ഥിക്കാം. മരണവിധിയിലാക്കുകയും മരണശേഷം ഉയർപ്പിച്ച് അക്ഷയരാക്കുകയും ചെയ്യുന്ന ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ.
സൃഷ്ടിക്കുകയും അവനെ ഭരണവിജയനാക്കുകയും ചെയ്യുന്ന ദൈവമേ, നിന്റെ വിശുദ്ധന്മാർ വിശ്രമം കൊള്ളുന്ന കബരിടം മനോഹരമാകുന്നതിന് നിന്റെ ദിവ്യപുത്രന്റെ രണ്ടാമത്തെ ആഗമനം വരെ വിശ്രമം നൽകേണ്ട ഈ കബരിടം നീ പവിത്രീകരിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അതിൽ നീ കഴുക, ഞാൻ മഞ്ഞനേക്കാൾ വെണ്ണയുള്ളവനാകാം. പിതാവിന് പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ പരിമള ധൂപം പോലെ നിന്നെ പ്രസാദിപ്പിക്കട്ടെ. തന്നെ മടങ്ങുമെന്ന് അരുൾ ചെയ്ത സകലത്തിന്റെ നാഥനായ ദൈവം നിന്നെ ഉയർപ്പിന്റെ മഹത്വത്തോടെ അവസാന ദിവസം തന്റെ വലത്ത് ഭാഗത്ത് നിർത്തട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ കുദാശകൾ അത്യുന്നത ദൈവത്തിന്റെ ന്യായാസനത്തിൽ നിന്നെ സഹായിക്കട്ടെ. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര മനുഷ്യ, നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. മഹിമയോടന്തിമവിധിനാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയോടെ നിർത്തണമേ, നല്ല വരത്ത് വലം ഭാഗേ. ആകാശവും ഭൂമിയും നിരകാകുന്നു, ആകാശവും ഭൂതലവും പാവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവനഭയം നീ നൽകണമേ മൃതനായസം. പാടും മൃതരാമരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലെ. മാമോദീസാവഴിയങ്ങളെ സുതരാണവരും തോർക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബാവാപുത്രൻ റൂഹായ മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോ മിശിഹാ, ഞങ്ങളിതാ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ജനമെല്ലാം പ്രവർത്തിക്കട്ടെ, ഞങ്ങളുടെ മറ്റ് ശരീരങ്ങൾ ഉത്ഥാനം നീയേകുന്നു. നാഥായങ്ങളുടെ ആത്മാവും രക്ഷിക്കുന്നവനല്ലോ നീ. ആമേൻ ആമേൻ എന്ന് ഘോഷിക്കുവിൻ. സർവേശ്വരാ നീ പരിശുദ്ധൻ, ബലവാനേ നീ പരിശുദ്ധൻ, നിത്യനമത്യൻ പരിശുദ്ധൻ. നിൻ കൃപ ഞങ്ങൾ തേടണമേ. എനിക്ക് പ്രതികൊടുത്തവളെ വിശുദ്ധീകരിച്ചു കർത്താവേ, നിന്റെ അനുഗ്രഹത്താൽ മരിച്ചവരെ വിശുദ്ധീകരിക്കണമേ. മാലാകമാരോട് സ്വർഗത്തിൽ നിന്നെ സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധവുമായ സർവേശ്വര, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. നാഥനണഞ്ഞിടും അന്തിമനാളിൽ കാരുണ്യമിഴും വിധിയാൽ മാനവരാജ്യം നേടും മനുജനുഭാഗ്യം. കരയറ്റവനായി ചിരമഹിമാവിൽ മിന്നി വിളങ്ങും മുഖമടുകല്ലറ വിട്ടെഴുന്നേൽക്കും മനുജനുഭാഗ്യം. വിധിയാൽ മാനവരാജ്യം നേടും മനുജനുഭാഗ്യം. വരിക നിനക്കായാതി മുതൽ ഞാൻ
കരുതിയ രാജ്യം നേടുകളാതെ നിന്നിതു കേൾക്കും മനുജനു ഭാഗ്യം. വിധിയാൽ മാനവരാജ്യം നേടും മനുജനു ഭാഗ്യം. ദൈവമേ, ഞങ്ങളെ വല്ല പാവങ്ങളെ മരിച്ചൊരേർപ്പിക്കുന്നവരെയും തിരുനാമത്തിന് സ്തുതി. തുടച്ചു മാറ്റണമേ. എന്തുകൊണ്ടെന്നാൽ എന്റെ പാപങ്ങൾ ഞാൻ അറിയുന്നു, ഞാൻ അവയെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. നിന്റെ സ്ഥലത്ത് ഞാൻ പ്രവർത്തിച്ചു. എന്റെ പാപങ്ങളിൽ മുഖം തിരിച്ചു കളയണമേ, എന്റെ കുറ്റങ്ങളെല്ലാം തുടിച്ചു മാറ്റുകയും ചെയ്യണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ദൈവമേ, എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ. നിന്റെ തിരുനാമത്തിൽ പ്രാർത്ഥിക്കാം. നമുക്ക് സമാധാനം. സജീവവും ചെയ്താകുമായ ശബ്ദത്താലാശയർപ്പിച്ച കർത്താവേ, ആ ശബ്ദമണിയമായ നീതിയുടെ ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വലുഭാഗത്തെ നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പറക്കുന്നവനും കന്നറിയോ നീതിമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും ദാസനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ നീതിമാന്മാരോടും വിശുദ്ധരോടും കൂടി ഉത്കൃഷ്ടമായ ഉയർപ്പ് മഹനീയമായ നിത്യജീവനം നൽകിയ സ്വർഗരാജ്യമാകുന്ന ഓസ്രയത്തിലേക്ക് ഇയാളെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപെട്ടുപോയ മിശിഹായുടെ ഭൗതിക ശരീരത്തിലെ ഈ അംഗത്തെ അനുഗമിക്കുകയും ഈ മൃതസംസ്കാരത്തിൽ സഹകരിച്ച് ഇയാളെ ബഹുമാനിക്കുകയും ചെയ്ത നിങ്ങളെ എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങളിൽ വസിക്കുകയും അവിടുത്തെ കാരുണ്യം നിത്യം നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഇവിടെ മതി.
Thank you.